ഹലോ വെൽക്കം ബാക്ക്. ഇത് നല്ലൊരു ഓട്സ് പുട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമായ ഓട്സ് പുട്ടാണ്. അതുപോലെ തന്നെ വെള്ളമോ അതുപോലെ ചോറോ ഒന്നും ചേർക്കാതെ എങ്ങനെ ഓട്സ് പുട്ട് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് റോൾഡ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. വറുക്കാതെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. വറുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വറുത്തെടുക്കേണ്ടതൊന്നും ആവശ്യമൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് വെള്ളമോ അതുപോലെ തന്നെ മറ്റേ ചോറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. പൾസ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. ഇതിപ്പോൾ നിങ്ങൾ കൈയോട് തൊട്ടിട്ട് ഉരുട്ടി നോക്കുമ്പോൾ നമുക്ക് സാധാരണ പുട്ടിന് നനച്ച പോലെ തന്നെ ഉണ്ടാവും. ഒന്ന് നോക്കിയാൽ മതി. മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ചെറിയ ചിരട്ടപ്പുട്ടിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിപ്പോൾ ഒരാൾക്ക് സെർവ് ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ച് തേങ്ങ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് തേങ്ങ അവോയ്ഡ് ചെയ്യുക, അങ്ങനെ അവോയ്ഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഉണ്ടാക്കി വെച്ച മിക്സ് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഏകദേശം അരക്കപ്പ് ഓട്സിൽ 150 കലോറി ഉണ്ടാവും. അപ്പോൾ കാലോറി ഡെഫിഷ്യൻസി ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു മീലായിട്ട് ഇതുപോലെ അരക്കപ്പ് ഓട്സിൽ ഇങ്ങനെ പുട്ടുണ്ടാക്കി കഴിച്ചാൽ നല്ല വയറും ഫില്ലാവും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഭക്ഷണം കഴിച്ചതിൽ ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടും. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. ഓട്സ് ആയതുകൊണ്ട് ഡയബറ്റിക് ആയാലും അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ എല്ലാവർക്കും ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ഒരു ചെറിയ ചിരട്ടപ്പുട്ടിൻ്റെ കുറ്റിയിൽ നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. കുറച്ച് സെക്കൻഡ് ഇങ്ങനെ സ്റ്റീം ചെയ്യുമ്പോൾ തന്നെ പുട്ടിന് ആവി വന്നുകൊണ്ട് പുട്ട് റെഡി ആയിട്ടുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം മാത്രം നമുക്കിതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടില്ല, ചൂടോട് ഇട്ട് കൊടുത്തുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് പതറിപ്പോയിട്ടുള്ളത്. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് സമയം പുറത്ത് വെച്ചതിന് ശേഷം മാത്രം പുട്ട് ഇതിന്ന് ഇളക്കാൻ നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് പുട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക്, നല്ല സോഫ്റ്റും ആണ് കഴിക്കാൻ വേണ്ടിക്ക്. ഇനി ഇതിൻ്റെ കൂടെ എന്തെങ്കിലും പഴമോ അതുപോലെ തന്നെ കറിയോ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടെ ഞാനൊരു പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.